ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ കിറ്റ് നമ്മൾ ഇന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരായി ക്രിസ്മസിൻ്റെ കിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ റേറ്റിൽ എല്ലാവർക്കും വാങ്ങാവുന്ന രീതിയിൽ, അതായത് എനിക്കും കുഴപ്പമില്ലാന്ന് തോന്നുന്ന ഒരു എമൗണ്ടിലാണ് നമ്മൾ ഇപ്രാവശ്യം ക്രിസ്മസിൻ്റെ കിറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഏകദേശം നമ്മൾ റെഡും വൈറ്റും ആണല്ലോ നമുക്ക് ക്രിസ്മസിന് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം റെഡ്, വൈറ്റ്, ക്രീം അങ്ങനെ ഒരു ഇതാക്കിയിട്ടാണ് നമ്മൾ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വളരെ കുറഞ്ഞ റേറ്റിലാണ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിറ്റിൽ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെൽവെറ്റിൻ്റെ പീസ് നമ്മൾ ഇത്രയും ഉണ്ടാവില്ല, ഇതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഈ ഒരു പീസാവും ഉണ്ടാവുക. അത് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ കത്രിക വിടല്ല, അപ്പോൾ അത് അങ്ങനെ വെച്ചു എന്നുള്ളൂ. ഞാൻ പ്രത്യേകം എടുത്ത് പറയണ്, ഇതിൻ്റെ ഒരു സെൻറ്റർ പീസ് കട്ട് ചെയ്തിട്ട് ഈ ഒരു പീസാണ് വെൽവെറ്റിൻ്റെ പീസ് ഉണ്ടാവുക. ബാക്കിയുള്ളതൊക്കെ ഇതിൽ കാണുന്ന പോലെ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു സാറ്റിൻ ഈ ഒരു റിബണാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൻ്റെ വൈറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. പിന്നെ സാറ്റിൻ ബോ 4 സാറ്റിൻ ബോ ഉണ്ടാവും, അതായത് 2 വൈറ്റ് 2 റെഡ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വെറൈറ്റി പോളനാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്, അതായത് വൈറ്റും റെഡും. പിന്നെ സാധാ ഫോം ഫ്ലവർ 2 ഉണ്ടാവും. പിന്നെ ഇത്രയും ബീഡ്സുകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട്, എല്ലാം നല്ല അടിപൊളി ബീഡ്സുകളാണ്. ക്രിസ്റ്റൽ ബീഡ്സ്, അതുപോലെ തന്നെ വൈറ്റ് ക്രിസ്റ്റൽ ബീഡ്സ്, റെഡ് ക്രിസ്റ്റൽ ബീഡ്സ്. ബീഡ്സൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര റേറ്റാണ്. പക്ഷേ ഇതിൽ 20ലും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് ഈ ഒരു ബീഡ്സിൽ. അപ്പോൾ നമ്മൾ 20 ഗ്രാമാണ് നമ്മൾ ഈ ഒരു ബീഡ്സിൽ വെക്കുക. ഇതിൽ ക്വാണ്ടിറ്റി നോക്കിയിട്ട് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടോ എന്നൊന്നും ചോദിക്കണ്ട. ഇത് ചിലപ്പോൾ 20ലും കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. 20 ആണെങ്കിൽ നമ്മൾ 20 ക്വാണ്ടിറ്റിയിലാവും നമ്മൾ വെക്കുക. ഇപ്പോൾ ഇത് 20ലും ചിലപ്പോൾ ചിലത് 20ലും കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാവും. 2 കോപ്പർ ബോ ഉണ്ടാവും, പിന്നെ 2 ടാപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ 1/2 മീറ്റർ ഗ്ലിറ്റർ ട്യൂബ്, റെഡ്, വൈറ്റ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസിൻ്റെ കിറ്റിൽ വച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് പേരായി ക്രിസ്മസിൻ്റെ കിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വിടുന്നു. നമുക്ക് സാധനം കിട്ടാൻ വൈകുകയും ചെയ്ത്, അതുപോലെ തന്നെ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ നീണ്ടു പോകുന്നത്. പിന്നെ ഒരുപാട് പേര് ഗിവ് അവേ വിന്നർ ആരാണെന്ന് പ്രഖ്യാപിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പ്രഖ്യാപിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. അതൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് അത് തയ്യാറാക്കാൻ. ഞാൻ 10-ാം തീയതിയാണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ എനിക്കൊരു മരണം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അറിയാലോ, വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെയായിട്ട് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഗിവ് അവേയുടെ വിന്നർ ആരാന്ന് പ്രഖ്യാപിക്കും. 3 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോഴും കൺഫ്യൂഷനാണ്, എന്താണ് അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, ഇപ്രാവശ്യം എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്രാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ടാവും ഒരുപാട് പേര് വെയിറ്റ് ചെയ്യണുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം 250 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഓവറായിട്ട് ഞാൻ റേറ്റ് ഇട്ടിട്ടില്ല. അതിൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ലാഭം ഉണ്ടാവില്ല. ഇതിൽ തന്നെ ചെറിയൊരു ലാഭമാണ് എനിക്ക് കിട്ടണുള്ളൂ. അപ്പോൾ അതിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരു ലാഭം ഉണ്ടാവില്ല. ഇതിൽ നിന്ന് തന്നെ അങ്ങനെ ഷിപ്പിങ്ങും ഞാൻ കൂട്ടിയിട്ടാണ് ഞാൻ അയക്കുക. പക്ഷേ ബാക്കി എനിക്കുള്ള ലാഭം നിങ്ങൾക്ക് തന്നെ കണക്ക് കൂട്ടിയാൽ അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു കിറ്റ് ഷിപ്പിംഗ് അടക്കം 250 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരിക. കാരണം ഗ്ലിറ്റർ ട്യൂബ് വൈറ്റും റെഡൊക്കെ നമ്മളെ കയ്യിൽ കുറഞ്ഞ സ്റ്റോക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓർഡർ എടുക്കുന്നവർക്ക് ചിലപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം കറക്റ്റായിട്ട് കിട്ടും. ലാസ്റ്റ് വരുന്നവർക്ക് ചിലപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വരും. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.